എനിക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ കിയ കണക്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആപ്പുണ്ട്. നമുക്ക് ആ ആപ്പ് വഴി എവിടെ ഇരുന്നിട്ടാണെങ്കിലും എൻ്റെ വണ്ടി എനിക്ക് ലോക്ക് തുറക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സെൽറ്റോസ് ആയിട്ടാണ്. കിയ സെൽറ്റോസ് 2 വർഷമായിട്ട് കിയ സെൽറ്റോസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ചോദിക്കാം. പലർക്കുള്ള ഒരു ഡൗട്ടാണ് കിയ സെൽറ്റോസ് എടുക്കണോ അതുപോലെ തന്നെ ഹുണ്ടായി ക്രെറ്റ എടുക്കണോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. നമുക്ക് ഈ വാഹനം 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവും ഈ വാഹനത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളൊക്കെ. ഇദ്ദേഹമാണ് 2 വർഷമായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന വ്യക്തി. ഈ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോളൂ വ്യൂവേഴ്സിന്. പേര് അമൽ എന്നാണ്. നമ്മുടെ നാട്ടിൽ പരപ്പേ തന്നെ ഒരു കട നടത്തുന്നുണ്ട്. അപ്പം 2 കൊല്ലമായത് ഉപയോഗിക്കുന്നു. ഒരു എൻ്റെ യൂസർ എക്സ്പീരിയൻസും കൂടെ പറയാം, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും പുള്ളിക്കൊണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും രണ്ട് വർഷമായല്ലോ 2 വർഷമായി. അത് എങ്ങനെയുണ്ട് മൊത്തത്തിൽ മെയിൻ പറയുകയാണെങ്കിൽ മൈലേജിൻ്റെ കാര്യം ഒരു ചെറിയ പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ ഈ റൂട്ടിലേക്ക് നമുക്കൊരു 10-11 ആ റേഞ്ചിലെ മൈലേജ് കിട്ടുന്നുള്ളൂ. അതായത് മലയോര പ്രദേശം ആയതുകൊണ്ട് അതെ മൈലേജിൻ്റെ കാര്യം കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഹൈവേ കയറുവാണെങ്കിൽ നമ്മൾ ഒരു RPM ജസ്റ്റ് നോക്കി പിടിക്കുകയാണെങ്കിൽ 15 കിട്ടും. ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ ഡ്രൈവ് ചെയ്യുമ്പം എക്സ്പ്രസ് ഹൈവേയിലൊക്കെ ഒരു 15 കിട്ടുന്നുണ്ട്. അപ്പം അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഇത് ശരിക്കും വേരിയൻ്റ് ഏതാണ്? ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, IVT എന്ന് പറഞ്ഞിട്ട്. ടോപ്പല്ല, അതിന് താഴെ വരും. പെട്രോളാണ്. ഡീസലാണെങ്കിൽ ഇതിലും കൂടുതൽ കുറച്ചും കൂടെ നമുക്ക് മൈലേജ് കിട്ടും. പക്ഷേ കംഫർട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു പെട്രോളിലായിരിക്കും. അതെ. നമുക്കൊരു ഡ്രൈവ് പോയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ നമ്മളൊരു ഡ്രൈവ് പോവാണ്. ശരിക്കും എത്ര കിലോമീറ്റർ ഓടി ഇപ്പം വണ്ടി? ഇപ്പം 26,672. 26,000 കിലോമീറ്റർ. ഇത്ര എനിക്ക് തോന്നുന്നു ഒരു 2-3-4 സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ? അപ്പം ഇതിന് ശരിക്കും നമുക്ക് ആദ്യം പോസിറ്റീവ് വശങ്ങളൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ കിയയുടെയും ഹുണ്ടായുടെയൊക്കെ ഓട്ടോമാറ്റിക്, എനിക്ക് മരുതിയുടെ ഓട്ടോമാറ്റിക് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഒന്ന് സ്ലോ ആകുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു വൈബ്രേഷൻ ഉണ്ടാവും. വണ്ടി സ്ലോ ആയിട്ട് എടുക്കുമ്പോൾ അതിന് പുള്ളിങ്ങും കുറവായിരിക്കും. നമ്മൾ നല്ലപോലെ ചവിട്ടേണ്ടി വരും. പക്ഷെ ഇതിന് നമ്മൾ സ്ലോ ആക്കി കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഗിയർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കയ്യിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കയ്യിലുണ്ട്. അപ്പം ഇപ്പം ഞാനിത് ജസ്റ്റ് ഇപ്പം 3 ആയി, 3ലേക്ക് മാറി. ഇപ്പം എനിക്കത് 4ലേക്ക് ആടാം. പെട്ടെന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വഴി ഗിയർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറാം. പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് പിടിച്ച് കുറച്ചും കൂടെ പവറിൽ നമുക്ക് എടുത്ത് പോകണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ. പിന്നെ ഇതിന് ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഉണ്ടല്ലോ, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ കുറച്ച് മോഡുകളുണ്ട്. സ്പോർട്സ് മോഡ്, എക്കോ മോഡ്, ഡ്രൈവ് മോഡ്. പിന്നെ അതുപോലെ ട്രാക്ഷനിൽ മോഡുകളുണ്ട്. സ്നോയിൽ പോവാം. സ്നോയിലെല്ലാം പോകുമ്പോൾ നമുക്ക് ഇപ്പം ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ സ്നോയിൽ അത്ര പിടുത്തം കിട്ടൂല. ഈ 4x4 അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ടയറിന് കുറച്ചും കൂടെ ഇതായിരിക്കും. അതുപോലെ മഡിൽ പോവാം. അങ്ങനത്തെ കുറച്ച് മോഡുകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ സ്പോർട്സ് മോഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അന്നേരം കുറച്ചും കൂടെ വണ്ടിക്ക് ഒരു പവർ കൂടും. മൈലേജ് ചിലപ്പം പിന്നെയും കുറയും. ഓക്കെ. പിന്നെ അപ്പോൾ കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എനിക്ക് കട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ചവിട്ടുമ്പോഴാണെങ്കിൽ ഫീൽ ചെയ്യും. അതുപോലെ സ്പോർട്സിൽ പോകുമ്പോൾ സ്റ്റിയറിങ് കുറച്ചും കൂടെ ടൈറ്റ് ആയിരിക്കും. അത് നമ്മളിങ്ങനെ അധികം ഒലയാതിരിക്കാൻ വേണ്ടി വെട്ടിക്ക് കുറച്ചും കൂടെ ഒരു പിടുത്തം അത്ര സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ഒരു കൺട്രോളിന് വേണ്ടിയിട്ട് ഇത് വരുന്നുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് നല്ല ഫീച്ചേഴ്സ് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ AC-ന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിൽ. AC ഒക്കെ നമുക്ക് നല്ല കംഫർട്ടിങ് ആണ്. മീൻസ് അങ്ങനെ നമുക്കൊരു സ്മെല്ലും കാര്യങ്ങളും ചില പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റം അതിൻ്റെ പുറകിലുണ്ട്. ഈ ബാക്ക് സീറ്റിന് അവിടെ ഉണ്ട്. അപ്പം വണ്ടി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ റിച്ച് ആണ്. കംഫർട്ട് ഓക്കെ പക്കയാണ്. നമുക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഫ്രണ്ടിലിരിക്കുന്ന എല്ലാം. മാക്സിമം എത്ര കിലോമീറ്റർ വരെ വൺ ടൈം യാത്ര ചെയ്തിട്ടുണ്ടോ? മാക്സിമം ബാംഗ്ലൂർക്ക് ഒരു 5-6 തവണ പോയിട്ടുണ്ട്. നമ്മളിവിടുന്ന് 300 കിലോമീറ്റർ ബാംഗ്ലൂർ. ഓക്കെ. മൊത്തം 600 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. അതിലൊന്നും യാത്ര ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്കിത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടുള്ള ഗുണം വെച്ചാൽ നമുക്ക് മടുക്കില്ല. നമ്മൾ ഈ ഗിയർ ചേഞ്ചിങ് പരിപാടിയൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മൾ ട്രാഫിക്കിലൊക്കെ നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ കംഫർട്ടാണ് ഓട്ടോമാറ്റിക് ആകുമ്പോൾ. അതെ.
പിന്നെ ഗിയറുള്ള വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ റോഡിലൊക്കെ അങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് പെട്ടെന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പം ഒരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഒന്നും അറിയണ്ട, ജസ്റ്റ് കാലെടുക്കുക പോവുക. അതെ അതെ. പിന്നെ കിയ എടുക്കാനുള്ള കാരണം, ഈ ഒരു വാഹനം എടുക്കാനുള്ള വേറെ ഏതെങ്കിലും വണ്ടി? ആദ്യം ക്രെറ്റ നോക്കിയായിരുന്നു. ക്രെറ്റയുടെ ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ്, ഇവര് സെയിം ഇത് തന്നെയാണ്, ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് ക്രെറ്റയും കിയ സെൽറ്റോസ്. അപ്പം ക്രെറ്റ നോക്കിയായിരുന്നു. പിന്നെ അന്നേരം സെൽറ്റോസ് എടുക്കാന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ഏരിയയിലും സെൽറ്റോസ് അങ്ങനെ ആരും എടുത്ത് കണ്ടിട്ടില്ല. ശരിക്കും ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? ഓൺ റോഡ് ഇത് ഈ വേരിയന്റിന് 19,35 ആയി. 19,35 എത്ര വരുന്നുണ്ട്. സൺറൂഫ് അടക്കമുള്ള. ഈ ബ്ലാക്ക് കളർ നോക്കിയിട്ട് ഇത് സംഭവം പോയത് തൃശ്ശൂരിൽ എടുത്തത്. നമുക്ക് ഷോറൂം കണ്ണൂരും ഒക്കെ അവൈലബിൾ ഉള്ളൂ, കാസർഗോഡ് ഷോറൂം ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് സർവീസിന് ഒന്നെങ്കിൽ കണ്ണൂർ പോകണം. ലക്ഷറി വാഹനങ്ങൾ അതെ, അത് ഫീച്ചേഴ്സ് ഇതിന് കൊടുക്കുന്നുണ്ട്. കിയ ആണെങ്കിലും ഇവരുടെ തന്നെ ഉണ്ടായി ആണെങ്കിലും കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ കുറച്ച് സമയത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല റോഡ് പ്രസൻസ് ഉണ്ട് മെയിൻ ആയിട്ട്. അതെ അതെ. നമ്മളിപ്പം റോഡും മൊത്തമായിട്ട് കാണുന്നുണ്ട്, വാഹനത്തിന്റെ ഫ്രണ്ട് നമുക്ക് കാണുന്നുണ്ട്. ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് കാണുമ്പോൾ അത് നമുക്ക് കംഫർട്ടാണ് കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട്. ശരിക്കും വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് നല്ല ഞാൻ പറയാം പ്രീമിയം ആണ്. നമുക്ക് ഇതിൽ കയറുമ്പോൾ തന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇന്റീരിയറിലൊക്കെ. നമ്മൾ പിന്നെ സീറ്റ് കവർ വണ്ടി കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് സംഭവം മുതലാണിത്. അതുപോലെ ഇതിന്റെ ലുക്ക് വൈസ് ആണെങ്കിലും ഈ നല്ല ഒരു എന്താ പറയാ റോഡ് പ്രസൻസ് വണ്ടി. നമ്മൾ ആൾക്കാരത് നോക്കി ഇപ്പൊ വേറെ സെൽറ്റോസും കണ്ടാൽ തന്നെ ഞാനാണെങ്കിൽ നമ്മളത് നോക്കി പോകും. കാരണം അതിന്റെ ആ ഒരു ലുക്കും ഇപ്പൊ പുതിയ ഇറങ്ങിയാലും കുറച്ചും കൂടെ അത് എനിക്ക് തോന്നുന്നത് അതിന്റെ ബോണ്ട് കുറച്ചും കൂടെ ഫ്രണ്ട് പൊന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഫേസ് ലിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതിനും നല്ല ലുക്കാണ്. പിന്നെ സൺറൂഫ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ സൺറൂഫ് ശരിക്കും സൺറൂഫ് നമ്മുടെ നാട്ടിലെ ആവശ്യമുണ്ടോന്ന് അറിയത്തില്ല. ട്രിപ്പൊക്കെ പോകുമ്പോൾ അത് പിള്ളേർക്ക് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടെ എൻജോയ്മെന്റ്. അവരൊക്കെ ആയിരിക്കും ഇങ്ങനെ നമ്മള് തുറന്നിട്ട് എന്തായാലും പൊടി കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ മോശമായി പോകും. അപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ജസ്റ്റ് കൂടുതൽ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഒരു വൈബിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. രാത്രിയിലേക്ക് വേണമെങ്കിൽ യൂസേജ് നമ്മുടെ നാട്ടിൽ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ അത് എടുക്കുമ്പോ ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത് ഉപയോഗിക്കണമെന്നില്ല. പിന്നെ ഒരു വൈബില് വേണമെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ആകാശം ഇങ്ങനെ കണ്ടിട്ട് പോവാന്നല്ലാതെ. പ്രത്യേകിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ കിയ കണക്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആപ്പ് ഉണ്ട്. നമുക്ക് ആ ആപ്പ് വഴി എവിടെ ഇരുന്നിട്ടാണെങ്കിലും എൻ്റെ വണ്ടി എനിക്ക് ലോക്ക് തുറക്കാം, പിന്നെ ഓഫാക്കാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. റൺ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഇപ്പോൾ നമ്മളൊരു ചൂടുള്ള സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ട് വിചാരിച്ചോ, നല്ല വെയിലുള്ള സമയം, അപ്പോൾ നമ്മൾ വരുന്നതിന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മുന്നേ എനിക്ക് വണ്ടി AC ഓൺ ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ടിലിട്ടാൽ കയറിയ പാടെ തന്നെ വണ്ടി നല്ല കൂളായിട്ടിരിക്കും. നമ്മളിപ്പം നേരത്തെ വരുമ്പോൾ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കി ഇടാൻ വേണ്ടി അതെനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ ലോക്ക് തുറക്കാനും അടയ്ക്കാനും എല്ലാം നമുക്ക് മൊബൈൽ വഴി ചെയ്യാം. നമ്മളിപ്പോ വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആക്സസ് കൊടുക്കണമെങ്കിൽ ലോങ് ഇരുന്നിട്ട് തന്നെ നമുക്ക് കൊടുക്കാം ഇതിന്റെ അകത്തേക്ക്. ഇപ്പൊ ഞാൻ അതിൽ സ്റ്റാർട്ടിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും എടുത്തു പോകാനുള്ള ആക്സസ് കൊടുക്കാൻ പറ്റും അല്ല പറഞ്ഞ. അപ്പൊ എക്സ്പ്രസ് ഹൈവേയിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ എത്ര വരെ സ്പീഡ് മാക്സിമം? നമ്മൾ ആദ്യത്തെ തവണ പോയപ്പം ഒരു 180 ആ റേഞ്ചിൽ പോയി. അന്നേരം ഞങ്ങൾ നോക്കുമ്പം അവിടെയുള്ളവരെല്ലാം മെല്ലെ പോകുന്നുള്ളൂ. കാരണം അന്നേരം നമുക്ക് ഈ അവിടെയുള്ളവരെ മാത്രമേ അവരുടെ നമ്പർ പ്ലേറ്റ് നോക്കി കർണാടകക്കാരുടെ മാത്രമേ സ്പീഡ് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരത് മാറ്റി എന്നാണ് പറഞ്ഞത്. കാരണം പിന്നെ എല്ലാ വണ്ടീനെയും സ്പീഡ് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ക്യാമറയല്ല, നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തിൻ്റെ നമ്മുടെ സ്പീഡ് അനുസരിച്ച് നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് അവർ നമുക്കിത് അയക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ലിമിറ്റ് പറഞ്ഞ സ്പീഡിലേ പോയിട്ടുള്ളൂ. 150 പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം 150 പോകുമ്പോൾ നമുക്ക് വാഹനത്തിന് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല കംഫർട്ട്. വണ്ടി അറിയുന്നേ ഇല്ല, നമ്മളിങ്ങനെ ഇങ്ങനെ പോവാണ് ഒഴുകി പോകുന്ന പോലെ തന്നെ.
പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ പിന്നെ ലിമിറ്റ് ആ പറഞ്ഞ സ്പീഡിൽ 100 പോയിട്ടുള്ളൂ. കാരണം ഫൈൻ വന്നാൽ എന്തോരം ഫൈൻ വരും. ശരിക്കും വാഹനത്തിൽ നമ്മൾ ഇത്ര സ്പീഡൊക്കെ പോകുന്നത് ശരിക്കും ശിക്ഷാർഹമാണ്. അതെ അതെ, നമുക്കൊരു സേഫ്റ്റി അല്ല അത്. ശരിക്കും ഒരു പ്രാവശ്യമെല്ലാം ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള എക്സ്പ്രസ് ഹൈവേയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് നമ്മള് കർണാടക ആയതുകൊണ്ട് കേട്ടോ. അന്ന് കേരള വണ്ടിക്ക് അന്നേരം കുഴപ്പമില്ലായിരുന്നു, അവർ സ്പീഡ് നോക്കത്തില്ല. പക്ഷെ ഇപ്പം എല്ലാ വണ്ടീനെ അവർ സ്പീഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറയല്ല, എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്ഥലം കവർ ചെയ്യുന്നത് എത്ര സമയം കൊണ്ട് കവർ ചെയ്തു, അപ്പോൾ അവർക്ക് അതിൻ്റെ നമ്മുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അത് പിന്നെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ വീഡിയോ കാണുന്നവരാണ്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ പുതിയ വാഹനങ്ങളുടെ റിവ്യൂ പറയാൻ താല്പര്യമില്ലവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ റിവ്യൂ. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഏതാണ് വാഹനം ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് വാഹനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു മോഡൽ ഇറങ്ങിയായിരുന്നു. കുറച്ചും കൂടെ ഫ്രണ്ട് ഡിസൈനും പിന്നെ ബാക്കിലെല്ലാം കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതതിന് മുന്നേ ഉള്ള വേരിയൻ്റ് ആണ്. അത് സൺറൂഫും കാര്യങ്ങളാണെങ്കിലും അതുപോലെ ഇതിൻ്റെ ഈ ഇൻഫോർമേഷൻ സിസ്റ്റം ആ കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ ഒരു പക്ക ഒരു പ്രീമിയം വണ്ടിയുടെ ഒരു, പിന്നെ സീറ്റിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് കുറച്ച് പ്രീമിയം തോന്നുന്നുണ്ട്. അതുപോലെ ക്രെറ്റയിലും സെയിം തന്നെ. എനിക്ക് തോന്നുന്നു ക്രെറ്റയെക്കാളും കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ടോ? അത് കുറച്ചും കൂടെ ഇവർ കിയ കൊടുക്കുന്നുണ്ട് അവരുടെ എല്ലാ മോഡൽസിനും. ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടും കൊറിയൻ ബ്രാൻഡ് തന്നെയാണ്. അതെ അതെ അതെ. പക്ഷേ ക്രെറ്റൻ്റെ അത്ര ഒരു സ്വീകാര്യത എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ജനങ്ങൾ സെൽറ്റോസ് കിയ വാഹനങ്ങൾക്ക് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതെ ശരിയാണ്. മെയിൻ കാര്യം വെച്ചാൽ ഈ റീസെയിൽ വാല്യൂ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ കിയയുടെ ഞാൻ ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അന്വേഷിച്ചപ്പം ഇതിൻ്റെ റീസെയിൽ വാല്യൂ നല്ലപോലെ കുറഞ്ഞ അവർ പറഞ്ഞത്. അപ്പം ക്രെറ്റയ്ക്കൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് അതിൽ കൂടുതൽ റീസെയിൽ വാല്യൂ ഉണ്ട് ഹുണ്ടായുടെ വണ്ടികൾക്ക്. ക്രെറ്റൊക്കെ ഉണ്ട്. ഇപ്പം എടുത്തിട്ട് ഒരു 2-3 വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഏകദേശം നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പം ഇതിന് അന്വേഷിച്ചപ്പം തീരെ കുറവാണ് പറഞ്ഞത്. അതെ അല്ലേ. പിന്നെ വണ്ടി അങ്ങനെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ലോണും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നഷ്ടത്തിന് കൊടുക്കണ്ടല്ലോ, നമുക്ക് ഇത് വരും. പിന്നെ പലരും നോക്കുന്നത് കംഫർട്ടും പിന്നെ അതുപോലെ ഫീച്ചേഴ്സും നോക്കുന്നവർക്കാണെങ്കിൽ റീസെയിൽ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. ലോങ് ടൈം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് ആലോചിച്ചപ്പോൾ ഒന്ന് അന്വേഷിച്ചു. അപ്പം ഇങ്ങനെ റീസെയിൽ വാല്യൂടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വണ്ടി നമുക്ക് കംഫർട്ടാണ്. പിന്നെ പറയുമ്പോൾ മൈലേജിന്റെ കാര്യം കൂടെ പറയണല്ലോ. മൈലേജ് നമുക്കിപ്പം കാരണം മൈലേജിന്റെ എന്തായും പറയണം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മൈലേജ് അത്യാവശ്യം നിങ്ങളിപ്പോ ഡെയിലി വണ്ടി എടുത്ത് പോകുന്ന കുറെ കിലോമീറ്റർ ഓടുന്നുണ്ടോ? ഇല്ല, ഡെയിലി ഓടുന്നില്ല. വീട്ടിലും ഷോപ്പിലേക്കും അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. ഡെയിലി എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്റർ അങ്ങനെയല്ലേ അത്രേ ഉപയോഗിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ എൻ്റെ അങ്ങോട്ട് വീട്ടിലൊക്കെ കയറ്റവും ഇറക്കും കാര്യങ്ങളൊക്കെ വളവും തിരിവൊക്കെ ആകുമ്പോൾ നമുക്ക് മൈലേജ് നമ്മളെ ഈ പ്രദേശം അങ്ങനെയുള്ള സ്ഥലമാണല്ലോ. എനിക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഉള്ളിൽ എന്തോ പോയിട്ട് ഒരു നോയ്സ് നമുക്ക് മെക്കാണ് നമ്മുടെ ഹൈവേ റോഡ് കിട്ടത്തില്ല. നമ്മൾ ഈ നോർമൽ റോഡിലൂടെ പോകുമ്പോൾ ഒരു കുലുക്കം, ചെറിയൊരു കുടുകൂടെ ഒച്ച പോലെ ഉണ്ട്. അപ്പം അത് ഷോറൂമിൽ പറഞ്ഞപ്പോൾ അവരതിൻ്റെ സ്റ്റിയറിങ്ങിനുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ എന്തോ പാർട്സ് വരാനുണ്ട്. അത് പിന്നെ നമുക്ക് ശരിയാക്കി തരുന്നു പറഞ്ഞിരുന്നില്ല? ശരിയാക്കി തരുന്നു അവർ പറഞ്ഞു. അപ്പം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ? ഇല്ല, അത് എടുത്ത് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇത് വന്നത്. അപ്പം എന്തോ അതിന്റെ ഉള്ളിൽ എന്തോ പോയാന്ന് അവര് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോ. അതൊരു എല്ലാ വണ്ടിക്കും ഉണ്ടെന്നല്ല, എനിക്കിതിന് അങ്ങനെ ഫീൽ ചെയ്തു. അത് ഇങ്ങനത്തെ റോഡിലെ കൂടെ പോകുമ്പോഴേ ഫുള്ളായിട്ട് എനിക്ക് കേൾക്കത്തുള്ളൂ. അതാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്.